മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് വരുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒരു രസകരമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഒഴികെ ഉള്ള 3 സ്ഥാനാർത്ഥികളുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളും ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളാണ്. അതെ, അതാണ് ആ ഒരു 7ാം വാർഡിന്റെ ഒരു മത്സരത്തിന്റെ കൂടി ഒരു പ്രത്യേകത. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ഷിജിൽ മുക്കാലാണ്. കഴിഞ്ഞ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാണ്. നല്ല കഴിവുള്ള ശേഷിയുള്ള നല്ല ജനപ്രതിനിധിയൊക്കെ തന്നെ. അപ്പൊ അവരാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി വരുന്നത് ഷമീർ ആണ്. ഷമീർ ആള് കർഷകനാണ്, കോൺഗ്രസ് പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ട് പിന്നീട് വളരെ സജീവമായ ഒരാളാണ് അവിടെ LDFന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത് കർഷകൻ എന്നുള്ള നിലയിലും പിന്നെ അവിടെ സജീവമായിട്ട് നിൽക്കുന്ന ആ വാർഡിനകത്തുള്ള ഇവരൊക്കെ ആ വാർഡിലുള്ളവർ തന്നെയാണ്. ഷിജിലായാലും ആ വാർഡിലുള്ള ആൾക്കാരെ അതാണ് ആ ഒരു. പിന്നെ അതുപോലെ സീറ്റ് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. ഈ കോൺഗ്രസിന്റെ തന്നെ ഈ കോൺഗ്രസിന്റെ സേവാദളിന്റെ പ്രതിനിധികളൊക്കെ ആയിട്ട് അതിന്റെ ലീഡറൊക്കെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ ആളാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് സത്യത്തില് BJP പിടിക്കുന്ന വോട്ട് പോലെ ഇരിക്കും എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട് ഞാൻ മനസ്സിലാക്കി. ഇനി അവിടെ BJP പിടിക്കാൻ പോകുന്നു ഷിജിന്റെ ബ്രദർ അല്ലെങ്കിൽ കസിന് തന്നെയാണ്. അതാണ് അവര് കുടുംബ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവര് തൊട്ട അടുത്ത അടുത്ത അയൽവാസികൾ കൂടിയാണല്ലോ, അങ്ങനെയുണ്ട്. പിന്നെ സുനിലാണ് മുക്കാലയാണ് BJPയുടെ. അപ്പൊ ആള് BJPയിൽ മത്സരിക്കാൻ വേണ്ടി ആളുടെ നേരത്തെ ഉണ്ടായിരുന്ന സംഘം RSSന്റെ കാര്യഭാഗവും മറ്റു സ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആള് BJPയുടെ ഭാഗമായിട്ട് മത്സരിക്കാൻ അനുമതി അവർ കൊടുത്ത്. അപ്പൊ BJPയും അല്ലെങ്കിൽ RSS വളരെ സജീവമായിട്ട് അവർക്കൊരു അഭിമാനം കൂടിയാണ്, അഭിമാന പ്രശ്നം കൂടിയാണ് അവിടെ സുനിലിന്റെ ആ തെരഞ്ഞെടുപ്പിന് അവർ സജീവമായിട്ടുണ്ടാവും. അപ്പൊ അത് വലിയ രീതിയിൽ BJP വോട്ടുകൾ ചോരാതെയും പിന്നെ സുനിലിന് വ്യക്തിപരമായി കിട്ടാവുന്ന വോട്ടുകളൊക്കെ ഉപയോഗിച്ച് പരമാവധി കൂട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുക റിസൾട്ട് വല്ലാത്ത രീതിയിൽ അത് പ്രതിഫലിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതില് വ്യക്തിപരമായിട്ട് സുനിൽ പിടിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ UDFന് കിട്ടുന്ന വോട്ടുകളായിരിക്കാം. അതാണ്. അപ്പൊ കുറച്ച് വോട്ടുകൾ LDFനും നേരത്തെ പറഞ്ഞ വ്യക്തിപ്രഭാവം കൊണ്ടും നേരത്തെ LDFന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളും UDF വോട്ടുകൾ അയാൾക്ക് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഷിജില് നിലവിലെ മെമ്പർ എന്നുള്ള നിലക്ക് നേരത്തെ ഉണ്ടായിരുന്ന വാർഡിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് പരമാവധി വളരെ ആ വാർഡിനകത്ത് സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു രീതിയിൽ ആ വാർഡ് ഒരു UDF വാർഡാണ്. എല്ലാ രീതിയിലും UDFന് അനുകൂലമായിട്ടുള്ള നല്ല സാഹചര്യമുള്ള വാർഡാണ്. അത് പ്രത്യേകിച്ച് ഷമീർക്ക പോലെയുള്ള ഒരാളവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോ ആ വാർഡ് UDF നിലനിർത്തുക എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു പോരാട്ടമാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ നേതൃത്വം നൽകുന്നത്. അതിന് മുസ്തഫ ബ്ലോക്ക് കോൺഗ്രസിന്റെ പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റാണ്. അപ്പൊ ആളുടെ വീട് കൂടി ഉൾപ്പെടുന്ന വാർഡാണ്. ആ വാർഡ് നിലനിർത്തുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള, കാരണം നിലവിൽ UDFന്റെ വാർഡാണല്ലോ. അപ്പൊ ആ വാർഡ് നഷ്ടപ്പെടുക എന്നുള്ളത്, ഒരു ബ്ലോക്ക് പ്രസിഡന്റിന്റെ വാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആളുടെ ഒരു രാഷ്ട്രീയ മുന്നോട്ട് പോക്കിന് വലിയ രീതിയിൽ ഒരു മൈനസ് പോയിന്റായി മാറും. അപ്പൊ അത് ആവാതിരിക്കാൻ, അതൊരു പ്ലസ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഇവിടുത്തെ ഒരു വിജയത്തിനും കൂടി സഹായകരമാവുന്ന ഇതിലാണോ വെൽഫെയറിന്റെ ഒരു കടന്നുപോയ വെൽഫെയറിന്റെ സഹായം ആവശ്യപ്പെട്ടത്? ഈ വാർഡിൽ വെൽഫെയറിന്റെ ഇത് ഈ വാർഡായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. അത് വെൽഫെയറായിട്ട് ഉള്ള ഒരു അലയൻസ് ഇവിടെ സ്വാധീനം ചെലുത്തുമ്പോൾ ഇവിടെ വെൽഫെയറിന് അങ്ങനെ കാര്യമായിട്ടുള്ള വോട്ടുകൾ, ഇവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ശക്തമായ ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു വാർഡാണ്.
അത് തർക്കമില്ലാത്തതാണ്. അപ്പോൾ ആ ഒരു ഇത് ഷമീർക്ക് അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. പിന്നെ അതുപോലെ ഈ സേവാദളിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഒക്കെ വരുമ്പോൾ, കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 വോട്ടായാലും അവർ പിടിക്കുന്ന ആ വോട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പൊ അതെങ്കിൽ പോലും UDF അത് നിലനിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നടത്തുന്നത്. LDFും അവർ പരമാവധി ആ വാർഡിനെ തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിലുള്ള നല്ലൊരു ശ്രമം, നല്ല രീതിയിലുള്ള ഒരു വർക്ക് അവർ നടത്തുന്നുണ്ട്. ഇപ്പൊ CPM-ന്റെ തന്നെ മുതിർന്ന നേതാക്കന്മാർ, CPI-യുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ എല്ലാവരും അവിടെ സജീവമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസവും അവരുടെ കൺവെൻഷനും കുടുംബയോഗങ്ങളും അവരിപ്പോ ആ വാർഡിനകത്ത് തന്നെ ഒരു 5-ലേറെ കുടുംബയോഗങ്ങൾ നടത്താനുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ്. 10 എന്നുള്ള ഒരു കണക്കാണ് അവര് നേരത്തെ പറഞ്ഞത്. അപ്പൊ ആ ഒരു രീതിയിൽ അവര് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ആ ഒരു സംഭവത്തെ പിടിച്ചെടുക്കാന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ പോകുന്നത്. അപ്പൊ എന്തെന്നായാലും അപ്പൊ BJP-യും അതില് നിലവില് ഒരു 400 വോട്ടൊക്കെ BJP-ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ മാറുന്ന ഒരു അവസ്ഥ മാറും. കാരണം ഇപ്പൊ ഒരു 1000 വോട്ടൊക്കെയാണ് ആകെ പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1000 വോട്ട് അല്ലെങ്കിൽ 1100 വോട്ടൊക്കെ വാർഡില് പോൾ ചെയ്യുന്നത് 400 വോട്ട് BJP പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി വോട്ടുകൾ 3 ഭാഗമായിട്ട് തിരിയുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രശ്നമില്ലേ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ആവുമ്പോ വല്ലാത്ത രീതിയിലുള്ള ഒരു റിസൾട്ട് ഒക്കെ ആവും അവിടെ നിന്ന് വരിക. അങ്ങനെയുള്ള ഒരു എന്തായാലും അവിടെ ഒരു ത്രികോണ ആ ഒരു സ്വഭാവത്തിലേക്ക് അവിടെ മത്സരം എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ 5-ാം വാർഡ് പോലെയുള്ള ഒരു സംഭവമല്ല പറയുന്നത്, എങ്കിൽ പോലും ആ ഒരു സ്വഭാവത്തിലേക്ക് 7-ാം വാർഡിന്റെ മത്സരം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. 8-ാം വാർഡിലേക്ക് വരുമ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു VIP വാർഡ് അല്ലെങ്കിൽ VIP മത്സരം നടക്കുന്ന ഒരു വാർഡ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ പറയാം. കാരണം അതില് നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പോഴത്ത് നൂറുദ്ദീൻക്കാണ് മത്സരിക്കുന്നത്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സമാനമായി LDF-നെ സംബന്ധിച്ചിടത്തോളം NCP-ക്ക് കൊടുത്തൊരു സീറ്റാണ്. അതിൽ NCP സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ്, NCP-യുടെ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, കാങ്ങിരയിൽ മുഹമ്മദ് അലി. ആള് നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. കോൺഗ്രസ് പശ്ചാത്തലമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനം മാറഞ്ചേരിയിലെ അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസിന്റെ മുഖമൊക്കെ ആയിട്ട് നിന്നിരുന്നതാണ്. പിന്നീട് സൈബർ മുഖമൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. പിന്നീട് അവര് മാറഞ്ചേരി നമുക്കറിയാം, മാറഞ്ചേരിയിലെ കോൺഗ്രസിലുണ്ടായ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മൊമാലിക ഉൾപ്പെടെയുള്ള കുറച്ച് പേരെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് തിരിച്ചെടുക്കുമ്പോൾ മൊമാലിക്കാനെ പുറത്തു നിർത്തുകയും ബാക്കിയുള്ളവരെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ ആളങ്ങനെ പുറത്തു നിന്നിപ്പോ LDF-ന്റെ ഭാഗമായി മത്സരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതൊരു വലിയൊരു മത്സരമാണ്. അവിടെ നേരത്തെ ലീനത്ത ജയിച്ചിരുന്ന 7-ാം വാർഡാണ്, അതിപ്പോ 8-ആയി. ഒരു നല്ല ടൈറ്റ് ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ചെറിയ വോട്ടുകൾക്കാണ് ലീനത്ത അവിടെ ജയിച്ചത്. അപ്പൊ അത് വ്യക്തിപ്രഭാവം കൂടിയാണ്. അത്ര തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത്ര തന്നെയാണ് അതിലുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യം. അപ്പൊ UDF-ന് മേൽക്കൈന്ന് പറയാം എങ്കിൽ പോലും, പക്ഷെ അതൊരു UDF-ലെ തന്നെ ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ മൊമാലിക്ക സ്ഥാനാർത്ഥിയായി വരുമ്പോ ഇപ്പൊ നൂറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരു വ്യക്തിപ്രഭാവം ഉണ്ട്. സെയിം സാധനം തന്നെ മൊമാലിക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രണ്ടുപേരും അങ്ങനെ ഒരു വ്യക്തിപ്രഭാവത്തിന്റെ ഇപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നല്ല മികച്ച പ്രവർത്തനം ബ്ലോക്കിനകത്ത് കാഴ്ചവെച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോ മൊമാലിക്ക രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയിട്ടില്ലെങ്കിൽ പോലും പ്രവാസി കോൺഗ്രസും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇടയിൽ കാരുണ്യ രംഗത്തൊക്കെ ആയിട്ട് ആളും സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മത്സരമാകുമ്പോൾ ഞാൻ പറഞ്ഞൊരു VIP വാർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ VIP മത്സരം എന്ന് പറയാം. ആ ഒരു രീതിയിലേക്ക് അതിനെ കാണാവുന്നതാണ്. അപ്പൊ അത് കോൺഗ്രസും തമ്മിലുള്ള മത്സരം ആ രീതിയിലേക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് കോൺഗ്രസിൽ നിന്ന് ആള് മാറി ഇപ്പൊ LDF-ന്റെ ഭാഗമായി. അപ്പൊ പിന്നെ ഇനി അതിൽ കോൺഗ്രസ് എന്നുള്ള ആ ഒരു മത്സരത്തിലേക്ക് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരം അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു പോയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു മത്സരമാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 100K പോലെ, കാരണം ഇപ്പൊ UDF-നൊക്കെ പഞ്ചായത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് UDF-ന് മുഖമായിട്ട് മാറഞ്ചേരിയിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന മുഖങ്ങളാണ് 100K-യിലും മാധവേട്ടനും അങ്ങനെയുള്ള ആ ഒരു മുഖങ്ങളാണ്.
അപ്പൊ അത് അങ്ങനത്തെ ഒരു മുഖം അവര് വിജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. NCPയെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മൂമാലിക്കെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ വാർഡ് പിടിച്ചെടുക്കാന്നുള്ളതല്ല, നിലവിൽ അങ്ങനെയല്ല. ഇപ്പൊ വിഭജനത്തിൽ അങ്ങോട്ട് മാറ്റം വന്നിട്ടുണ്ട് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എങ്കിൽ പോലും ആ വാർഡ് അങ്ങനെ നിലനിർത്തുക ശക്തമായിട്ട് തന്നെ LDF-ന്റെ വാർഡായിട്ട് നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം അതിൽ കാണുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കാങ്ങിലയിൽ ഒരു ഫാമിലി ഇതും ആ വാർഡിനകത്ത് മൂമാലിക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് ഒരു പ്രവചനാതീതമായ UDF പറയും UDF-ന് ജയിക്കാൻ പറ്റും എന്നുള്ള വാർഡ് തന്നെയാണ്, അതിൽ തർക്കമില്ല. അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള ഒരാള് സ്ഥാനാർത്ഥിയായി വരുമ്പോ വോട്ടുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 7-ാം വാർഡിലെ കാര്യം പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള ആൾക്കാർ സ്ഥാനാർത്ഥികളായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറം കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടുകൾ ഉണ്ടാവാറുണ്ട്, ഫാമിലി വോട്ടുകൾ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അത് നൂർക്കായാലും മൂമാലിക്കായാലും രണ്ടുപേർക്കും നന്നായി ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ആണ് ആ മത്സരത്തെ കാണേണ്ടത്. അതിന്റെ ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത് UDF-ന് മേൽക്കൈ ഉണ്ട് എന്ന് UDF അവകാശപ്പെടുമ്പോൾ അതേ LDF നിലനിർത്തുന്നുള്ള ഒരു അവകാശം LDF നടത്തുന്നുണ്ട്. അതാണ് ആ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. എട്ടാം വാർഡിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് നമുക്ക് കാത്തിരിക്കാൻ പറ്റും. 9-ാം വാർഡിലേക്ക് പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 9-ാം വാർഡ് സത്യത്തില് ഇമോഷണൽ വാർഡാണ്. അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു നിഷ്കളങ്കരായിട്ടുള്ള വളരെ ഒരു നിസ്വാർത്ഥ സേവകരായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളായിട്ടുള്ള രണ്ടുപേരും മത്സരിക്കുന്ന ഒരു വാർഡാണ്. കാരണം ഇപ്പോൾ ബാലകൃഷ്ണേട്ടൻ, മുസ്തഫക്ക. ബാലകൃഷ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം ആള് CITUവിന്റെ തൊഴിലാളി യൂണിയനാണ്, ഒരു പാർട്ടിക്കാരൻ, അല്ലെങ്കിൽ CPM-ന്റെ ഒരു അംഗം എന്നുള്ള നിലയിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതേ രീതി തന്നെയാണ് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം. എന്ന് വെച്ചാൽ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി മറ്റൊരു പ്രതിഫലം എന്ന് വെച്ചാൽ മറ്റൊരു എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയുള്ളത് ഈ മനുഷ്യന്മാർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് പോലും തിരിച്ചൊരു നന്ദി എന്നുള്ള ഒരു വാക്ക് പോലും കിട്ടുന്ന പ്രതീക്ഷ പോലും വെച്ച് പുലർത്താതെ അവർക്ക് നല്ലത് മാത്രം ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പൊ മുസ്തഫക്കയിലും ബാലകൃഷ്ണനായാലും ഇതുവരെ അവരെ ഒരു പൊതുപ്രവർത്തനം ഇപ്പൊ നമ്മളിപ്പോ കുറെ കാലമായിട്ട് കാണുന്നവരാണ് അവരൊക്കെ, ബാലകൃഷ്ണനായാലും മുസ്തഫക്കയായാലും. അപ്പൊ അവരുടെ ആ ഒരു പൊതുപ്രവർത്തന മേഖല അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ ആ കോൺഗ്രസിനോടുള്ള ഒരു ആത്മാർത്ഥത, അവർക്ക് കുതികാല് വിട്ടറിയില്ല, മറ്റുള്ള രീതികൾ അറിയില്ല, പാരവെപ്പ് അറിയില്ല, ബാക്കി എന്താണോ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ മുസ്തഫക്കയും ബാലകൃഷ്ണനും ഇങ്ങനെ നേർക്കുനേരുള്ള മത്സരം അവർ രണ്ടുപേരും ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു മത്സരമായിരിക്കും. അവർക്ക് രണ്ടുപേർക്കും ഒരു മാനസികമായിട്ട് ആ ഒരു മത്സരത്തിലേക്ക് വരാൻ ഒരിക്കലും അവരെ മനസ്സനുവദിക്കില്ല എന്നുള്ളതാണ് ഞാൻ ആ രണ്ടുപേരെയും വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവർ തൊട്ടയൽവാസികളാണ്, നല്ല അടുപ്പാണ്, അത്രയും ഭംഗി പ്രചരണത്തിന് പോകുമ്പോൾ വിളിച്ച് അവര് സ്വാഭാവികമായിട്ട് അവര് പ്രചരണത്തിന് ഇറങ്ങുമ്പോ മറ്റേ ബാലകൃഷ്ണൻ തന്നെ മുസ്തഫയുടെ എന്താണ് ഇങ്ങനെ ഇന്നിറങ്ങിയോ എന്തായി എങ്ങനെയായി അങ്ങനെയുള്ള ഒരു ആ ഒരു ഇത് അത് സത്യത്തില് അവരുടെ രണ്ടുപേരുടെയും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിനെ ആ വാർഡിലുള്ള രാഷ്ട്രീയക്കാരല്ലേ മാറഞ്ചേരിയിൽ മൊത്തത്തിലുള്ള രാഷ്ട്രീയക്കാര് മാതൃകയാക്കാൻ പറ്റാവുന്ന നല്ല രണ്ട് വ്യക്തിത്വങ്ങളാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരെ മാതൃകയാക്കാൻ മനസ്സിലായില്ലേ? പക്ഷെ അവരുടെ ഒരു വേറെ ഒന്നും ഒരു സ്ഥാനത്ത് ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും സ്ഥാനത്ത് എത്തിപ്പെടാൻ ഒക്കെ അങ്ങനെയുള്ള നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എത്രയോ നമുക്ക് കിട്ടിയ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുമ്പോ അത് ആ ആൾക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ പാടില്ല, വേറെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കണം എന്നുള്ള രീതിയിൽ വാശി പിടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ കാണുന്നതാണ്. അപ്പൊ അവരൊന്നും അങ്ങനെ ഒരു സ്ഥാനം പോലും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ടുള്ള രണ്ടുപേരുടെ മത്സരമാണ്. ആ മത്സരത്തെ സംബന്ധിച്ച് ഈ സത്യത്തിൽ എനിക്ക് അത് എങ്ങനെ വിലയിരുത്താൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. കാരണം അവിടെ ആ വാർഡിലുള്ളവർക്ക് പോലും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം പാർട്ടി വോട്ടുകൾ അല്ലാത്ത വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം
അവരാർക്ക് ചെയ്യുന്നുള്ള ഒരു വലിയൊരു ഇതിലുണ്ട്. എന്തായാലും രണ്ടുപേരിൽ ആര് ജയിച്ചാലും ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ വാർഡിന് നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കിട്ടുക എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ആ രണ്ടുപേരുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും UDF ആ വാർഡ്, UDF സംബന്ധിച്ചിടത്തോളം ആ വാർഡിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറി UDF നിൽക്കും, പിന്നെ LDF കൊടുക്കും. കാരണം ബാലകൃഷ്ണന്റെ മുമ്പ് മത്സരിച്ച സമയത്ത് ജയിച്ചിട്ടുണ്ട്, മാധവനായിട്ട് മത്സരിച്ചിട്ട് ജയിച്ചിട്ടുണ്ട്, പിന്നീട് സംഗീതരാജൻ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു LDF നും UDF നും ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ അത് എന്തിനായാലും UDF പറയുന്നു UDF വിജയിച്ചു കയറുന്നുള്ളതിൽ തന്നെ LDF ഞങ്ങൾ എന്തിനായാലും അത് തൂക്കിയിരിക്കുന്നുള്ള ആ ഒരു രീതിയിലാണ് LDFന്റെ പ്രചരണം. എങ്ങനെയാണ് അത് അവസാനം വരിക എന്നുള്ളത് നമുക്ക് എന്തായാലും വോട്ടെണ്ണി അതിന്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു രീതിയാണ്, അങ്ങനെയുള്ള ഒരു വാർഡാണത്. അതാണ് അതിന്റെ ഒരു സാഹചര്യം. 10ാം വാർഡില് ഇപ്പോൾ അവിടെ LDF നമ്മുടെ നാസർ മാഷാണ് അവിടെ മത്സരിക്കുന്നത്. UDF നമ്മുടെ ഫിറോസ് മാറഞ്ചേരി എന്നും MP ഫിറോസ് അങ്ങനെ അറിയപ്പെടുന്ന ആള്, പോപ്പുലറാണ്, ഗായകൻ എന്നുള്ള നിലയിലും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ വേദികളിലും സജീവമായിട്ട്. നാസർ മാഷിനെ സംബന്ധിച്ചിടത്തോളം നാസർ മാഷ് ഒരു നാടിന്റെ അധ്യാപകൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. മാറഞ്ചേരിയുടെ കാരണം ആള് മാറഞ്ചേരിയില് അധ്യാപകനായിട്ട് ഉണ്ടായിട്ടുണ്ട്, മംഗലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നാടിന്റെ ഒരു അധ്യാപകനായിട്ടുള്ള, പ്രവാസിയായപ്പോഴും ആ ഒരു സൗഹൃദം, ആ ഒരു സ്നേഹവും കീപ്പ് ചെയ്ത ഒരാളാണ്. നമ്മളെ അറിഞ്ഞിടത്തോളം ഇപ്പൊ ഈ ഇപ്പൊ താമരശ്ശേരിയിൽ നിന്ന് തന്നെ ഒരുപാട് പേരെ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ കുടുംബത്തെ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ആള് ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള, കാരണം ആള് പ്രവാസിയായിരുന്നു. ഇപ്പൊ കുറെ കുറച്ചു കാലം മൊറോക്കോയിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ, വിദേശത്ത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള, ഒരുപാട് ജീവിതം അറിയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ചെറുപ്പക്കാരനാണ്, യുവാക്കളിൽ നല്ല കാഴ്ചപ്പാടുണ്ട് ഒക്കെ ഉള്ള ആളാണ്. ഇപ്പൊ കാഴ്ചപ്പാടുണ്ട്, എങ്ങനെ ആവണം ഒരു വാർഡ്, എങ്ങനെ കാഴ്ചപ്പാടുണ്ട്. മാഷെ സംബന്ധിച്ചിടത്തോളം മാഷ നേരത്തെയും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഇപ്പൊ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരു ആള് കൂടിയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു വിഷനൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അത് താമരശ്ശേരിക്കാര്. ഇപ്പൊ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു UDF വാർഡ് തന്നെ നമുക്ക് പറയാം. അങ്ങനെയാ ഇപ്പോഴത്തെ ഈ വാർഡ് വിഭജനം കഴിഞ്ഞതിന് ശേഷം, മുമ്പും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വാർഡ് വിഭജനം കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് അവിടെ നമ്മുടെ വിജയേട്ടനൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പൊ UDF നേരത്തെ നൗഷാദ്, ബിൻസി നൗഷാദ് കോൺഗ്രസിന്, പിന്നീടാണ് അത് മുസ്ലിം ലീഗിന് അവാർഡ് കൊടുത്ത കഴിഞ്ഞ തവണയാണ് കൊടുത്തത്. ആ കൊടുത്ത സമയത്താണ് പിന്നീട് സൂറ ഉസ്മാൻ അവിടെ ജയിക്കുന്നു. അപ്പോ LDFനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ CPIനെ സംബന്ധിച്ചിടത്തോളം, LDF എന്നുള്ള ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അവാർഡ് നിലനിർത്തുക എന്നുള്ളത് അപ്പൊ നാസർ മാഷിലൂടെ നിലനിർത്തുക. അപ്പൊ അവര് ഏറ്റവും, പക്ഷെ മാറഞ്ചേരിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രാദേശികർ ഏറ്റവും കൂടുതൽ ഒരു പ്രദേശം കൂടിയാണ് താമരശ്ശേരി. അപ്പൊ അത് സ്വാഭാവികമുണ്ട്, ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം താമരശ്ശേരി. കാരണം അവര് പ്രാദേശിക വികാരം അവിടെ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു വൈര്യം അങ്ങനെ ഒരു രീതിയിലേക്ക് അവിടെ പോവാത്തൊരു പ്രദേശം കൂടിയാണ്. നമുക്കറിയാം. അപ്പൊ മാറഞ്ചേരിയിൽ തന്നെ ഒരു വലിയൊരു മാതൃക കാട്ടിയ ആൾക്കാരാണ് താമരശ്ശേരിക്കാര്. നല്ല റോഡ് ഉണ്ടാക്കി. അപ്പൊ ഇതിനൊക്കെ ഭാഗമായിട്ട് നിന്ന ആൾക്കാർ, നാസർ മാഷായാലും ഇവരായാലും വളരെ സജീവമായിട്ട് നിന്ന ആൾക്കാരാണ്. അപ്പോ അത് ഒരു പ്രദേശത്ത് ആർക്കാണോ, അപ്പോ എനിക്ക് തോന്നുന്നത് ചിലപ്പോ നാസർ മാഷി ഫിറോസിനെ ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. ഫിറോസിന്റെ മാഷായിരിക്കാം ഒരുപക്ഷെ, അറിയില്ല. അപ്പൊ അത് എത്ര മാത്രം. അപ്പോ അങ്ങനെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ശിഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ അധ്യാപകന് അറിയില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക്, അപ്പോ അതില് അവിടെ താമരശ്ശേരിക്കാര് ഒരു അധ്യാപകനെയാണോ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്നല്ല, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യങ് നല്ല ഗായകനൊക്കെ ആയിട്ടുള്ള വിഷനൊക്കെ ഉള്ള
ഫിറോസിനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് അത് കാത്തിരുന്ന് തന്നെ കാത്തിരുന്നാണ്. കാരണം ഇപ്പൊ മത്സരം നന്നായിട്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ. തുടക്കത്തിലെ ആ ഒരു അവസ്ഥയൊന്നല്ല അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ LDF-ന്റെ സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോഴൊക്കെ സമയമായി. ഏറ്റവും കൂടുതൽ പ്രചരണം നേരത്തെ സ്റ്റാർട്ട് ചെയ്തൊരു വാർഡ് കൂടിയാണ്. ഫിറോസിനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും പ്രചരണമൊക്കെ തുടങ്ങി. പിന്നീട് അവിടെ വിജയേട്ടം വരുന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആള് വ്യക്തിപരമായിട്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള അറിയിച്ചിട്ട് ആള് മാറിയിരിക്കുകയും പിന്നീടാണ് ഏറ്റവും അവിടെ ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി നാസർ മാഷാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാസർ മാഷ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തെന്നായാലും ആ ഒരു റിസൾട്ട് നല്ല പൊരിഞ്ഞ പ്രചരണം തന്നെയാണ്. രണ്ട് നല്ല ശക്തമായ പ്രചരണമാണ് നല്ല രീതിയിൽ. കാരണം മുമ്പുണ്ടായിരുന്ന ഇപ്പൊ നമ്മുടെ സുലൈഖ റസാഖ് മെമ്പറായിട്ടിരുന്ന വാർഡിൽ നിന്നുള്ള ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നിലവിലെ ഈ 10ാം വാർഡിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതൊരു UDF ഒരു മെജോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എങ്കിൽ പോലും അല്ല, ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അത് ആ ഒരു വികാരത്തിന്റെ രീതിയാണ് ഞാൻ പറയുന്നത്. അവര് എങ്ങനെയാണ് മാഷയാണോ അല്ലെങ്കിൽ ഫിറോസിനെയാണോ സ്വീകരിക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം അതില് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, പലപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ വരും എന്നുള്ളത്. അപ്പൊ ആ വോട്ടുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാനിരിക്കുന്ന വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർഡ് കൂടിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. പിന്നെ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ ആള് CPI-യുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കുറച്ചു കാലം CPI-യുടെ ഭാഗമായിട്ടുണ്ട്. പിന്നീട് CPM-ന്റെ ഭാഗമായിട്ടും ഉണ്ട്. ഇപ്പൊ രണ്ടിന്റെ ഭാഗമല്ലാതെ സ്വതന്ത്രമായിട്ട് പുള്ളിയുടെ സാഹചര്യമൊക്കെ പുള്ളി നേരത്തെ അറിയിച്ചതാണ്. അപ്പൊ ആ ഒരാളും അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അവർക്ക് എത്രമാത്രം അവിടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വോട്ട് കേന്ദ്രീകരിക്കാൻ പറ്റും. 10 വോട്ടുകളെങ്കിലും 10 വോട്ടെങ്കിലും ഒരാൾ പിടിച്ചാൽ ഒരു സ്ഥാനാർത്ഥി കപ്പാസിറ്റി ഉണ്ടാവും. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നുള്ളത് ഒക്കെ നമുക്ക് എന്തായാലും ഈ റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. ആൾക്ക് എത്ര വോട്ട് കിട്ടും, അത് ചിലപ്പോൾ ആളുടെ വോട്ടിന്റെ സ്വാധീനം ഈ റിസൾട്ടിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് അല്ലെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് റിസൾട്ട് വരെ കാത്തിരിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് തോന്നുന്നത്.